നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള വയലാർ രാമവർമ്മയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ ശരത്ചന്ദ്രവർമ്മയൊക്കെ താമസിക്കുന്നത്. ആ കായലിൻ്റെ സൈഡിലിരുന്ന് രാമവർമ്മ നോക്കിയപ്പോൾ കണ്ടത് ആ കായലിലെ ഓളങ്ങളെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കൈതപ്പുഴ കായലിലെ പാട്ടൊക്കെ എഴുതിയത്. ഞാൻ നോക്കിയിട്ട് ആ ഓളം കണ്ടില്ല, ഞാൻ നോക്കിയിട്ട് അതിനകത്ത് മീനിനെ കണ്ടത്. ഞാനിത് പറഞ്ഞത് എല്ലാ വസ്തുക്കളെയും ഓരോ മനുഷ്യരും കാണുന്നത് തനതായ ശൈലിയിലാണ്. എന്നെ നോക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ചിലരെൻ്റെ മുഖമായിരിക്കും ശ്രദ്ധിക്കുന്നത്, ചിലരെൻ്റെ കൈയുടെ ചലനങ്ങളായിരിക്കും, മറ്റു ചിലർ ഈ മൈക്കയിലായിരിക്കും ശ്രദ്ധിക്കുന്നത്. ഓരോ വസ്തുവാണെങ്കിൽ പോലും ഞാനും നിങ്ങളും നോക്കുന്നത് വിവിധമായ ആംഗിളുകളിലൂടെയാണ്. അതുകൊണ്ടാണ് വയലാർ രാമവർമ്മ കവിത എഴുതാൻ പോയത്. അദ്ദേഹം മീൻ കച്ചവടം ചെയ്യുന്നതിൽ എപ്പോൾ പൊട്ടിപ്പോയെന്ന് ചോദിച്ചാൽ മതി. ഞാൻ കവിത എഴുതാൻ പോയിരുന്നത് എന്നെ തിരുവനന്തപുരത്തിലും കയറ്റിയല്ലായിരുന്നു. അതായത് എല്ലാ മനുഷ്യർക്കും അവനവൻ്റേതായ ഒരു തനതായ ശൈലിയുണ്ട്. ആരും ആരെയും അനുകരിച്ച് വലുതാകാൻ നിങ്ങൾക്കാവില്ല. എനിക്ക് നാളെ മേജർ രവി ആകണമെന്ന് ഞാൻ തീരുമാനിച്ചത് എനിക്ക് മേജർ രവി ആകാൻ പറ്റിയല്ല, പക്ഷേ എനിക്കൊരു സംവിധായകനാകാൻ പറ്റുമായിരിക്കാം കഴിവുണ്ടെങ്കിൽ. അതിന് ലോകത്തെ ഏറ്റവും വലിയൊരു ഉദാഹരണമുണ്ട്. മാർട്ടിൻ ലൂതർ കിങ് എന്ന് നിങ്ങളെല്ലാം കേട്ട് കാണും. അദ്ദേഹം, നിങ്ങൾ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കണം, ഐ ഹാവ് എ ഡ്രീം എന്നൊരു പ്രസംഗമുണ്ട്. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ശബ്ദമാണത്. അമേരിക്ക ഇന്നുവരെ ചരിത്രത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രസംഗമാണത്. പക്ഷേ ആ പ്രസംഗത്തിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഈ മാർട്ടിൻ ലൂതർ കിങ് എവിടെ പ്രസംഗിക്കാൻ പോയാൽ ആദ്യം എബ്രഹാം ലിങ്കനെ കുറിച്ച് പറയും, പിന്നെ പുള്ളിയുടെ കുറേ സ്വപ്നങ്ങളെ കുറിച്ച് പറയും. ഇത് സ്ഥിരം ശൈലിയാണ് ആശാൻ്റെ. അപ്പോൾ അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചതിൻ്റെ 100-ാം വാർഷികം നടക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹം പ്രസംഗിക്കാൻ വരുന്നത്. 18 പ്രാസംഗികരുള്ളതിൽ 16-ാമനാണ് മാർട്ടിൻ ലൂതർ കിങ്. 2-ാമത്തെ പ്രാസംഗികൻ എന്നെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾ മടുത്തു. അപ്പോൾ 16-ാമത്തെ പ്രാസംഗികൻ അവരെങ്ങനെ കേൾക്കുന്നുണ്ടാവും ആലോചിക്കണം. അപ്പോൾ ആ സംഘാടകർ പറഞ്ഞു, ഈ മനുഷ്യൻ എപ്പോൾ പറഞ്ഞാലും കുറേ എബ്രഹാം ലിങ്കണും പറയും, പിന്നെ കുറേ സ്വപ്നം പറയും, അതുകൊണ്ട് പുള്ളിക്ക് നമുക്ക് പ്രസംഗം വേറെ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് 2 ആൾക്കാർ ആ പ്രസംഗം എഴുതി കൊടുക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1963 ഓഗസ്റ്റ് 28-നാണെന്ന് തോന്നുന്നു. ലിങ്കൺ മെമ്മോറിയൽ പടവുകളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. 2.5 ലക്ഷം ആൾക്കാരാണ് അവിടെ കൂടിയിരിക്കുന്നത്. 16-ാമനായി വന്ന മാർട്ടിൻ ലൂതർ കിങ് എഴുതി കൊടുത്ത പ്രസംഗം വായിച്ചു തുടങ്ങുകയാണ്. 2.5 ലക്ഷം നിൽക്കുന്ന ജനം അനങ്ങുന്നേയില്ല, ആർക്കും അത് മൈൻഡേ ആകുന്നില്ല. അപ്പോഴാണ് സദസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ആഫ്രിക്കൻ അമേരിക്കൻ ഗായികയായ എമിലിയാനോ മാർട്ടിൻസ് നിൽപ്പുണ്ടായിരുന്നു. എമിലിയാനോ മാർട്ടിൻസ് പറഞ്ഞു, മാർട്ടിൻ, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ കുറിച്ച് പറയൂ, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഇവനായി പങ്കുവയ്ക്കുമെന്ന് പറഞ്ഞു. പിന്നെയാണ് ചരിത്രം പിറന്നത്. അദ്ദേഹമായി പേപ്പർ മടക്കി വെച്ചിട്ട് മാർട്ടിൻ ലൂതർ കിങ് തൻ്റെ സ്വന്തം ശൈലിയിലേക്ക് കടന്നപ്പോഴാണ് 20-ാം നൂറ്റാണ്ട് കേട്ട ഏറ്റവും വലിയ പ്രസംഗമുണ്ടായത്. ഞാനിത് പറഞ്ഞത്, ഇതുപോലുള്ള തനതായ ശൈലികൾ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്, ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. നമ്മുടെ നാട്ടിൽ ധോണി പണ്ട് വലിയ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നപ്പോൾ മുടി നീട്ടി വളർത്തിയ കുറേ ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഒരുത്തനും ധോണിയായതായി നമുക്കറിയാമല്ല. കപിൽ ദേവ് ലോകകപ്പ് നേടിയപ്പോൾ ചരിഞ്ഞ് ബോൾ ചെയ്യാൻ തുടങ്ങിയ ഒത്തിരി ക്രിക്കറ്റുകാരുണ്ടായിരുന്നു. ആരും കപിൽ ദേവ് ആയിട്ട് നമുക്കറിയില്ല. പക്ഷെ ഒരു പയ്യൻ എന്ന് ബോംബെയിൽ നിന്ന് പറഞ്ഞു, ഞാനും ഒരിക്കൽ കളിക്കുമെന്ന് പറഞ്ഞ് അവൻ പഠിത്തത്തേക്കാൾ കൂടുതൽ കളിക്ക് വേണ്ടി മാറ്റിവെച്ച പയ്യൻ്റെ പേര് സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ്. അപ്പോൾ ധോണിയാവാൻ പറ്റില്ല, പക്ഷെ ധോണിയെപ്പോലൊരു ക്രിക്കറ്റ് കളിക്കാരനാണ് നമ്മളെ കൊണ്ട് പറ്റും. ആരെയും അനുകരിക്കുകയല്ല, പകരം നമ്മുടെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ നമ്മൾ വളരുകയാണ് ചെയ്യേണ്ടത്.